ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് ഏട്ടൻ ഡിന്നർ കഴിക്കാൻ ഹൗസ് ഓഫ് കോമൺ എന്ന റെസ്റ്റോറൻറ്റിൽ ടേബിൾ ബുക്ക് ചെയ്തിരുന്നു. ഏകദേശം 8:15 ഞങ്ങൾ റെസ്റ്റോറൻറ്റിലെത്തി. മെനു എല്ലാം നോക്കി ഓർഡർ കൊടുത്തു. ആന്ധ്ര ലാംബ് പെപ്പർ ഫ്രൈ ആണ് ഫസ്റ്റ് വന്നത്. സാധാരണ കേരള സ്റ്റൈൽ ഡിഷസ് ആണ് ഞങ്ങൾ കൂടുതൽ ഓർഡർ ചെയ്യാറുള്ളത്. ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ആന്ധ്ര സ്റ്റൈൽ ഡിഷ് ഓർഡർ ചെയ്തത്. ദേവുവിന് നല്ല വിശപ്പുള്ളതുകൊണ്ട് വീഡിയോ എടുക്കാൻ വെയിറ്റ് ചെയ്തില്ല. പെപ്പർ ആയതുകൊണ്ട് അത്യാവശ്യം എരിവുണ്ടായിരുന്നു. കൂടാതെ കുറച്ച് കൂടുതൽ മുളകുണ്ട്. ക്രിസ്പി കോൺ സോൾട്ട് ആൻഡ് പെപ്പർ പിന്നെ തൈ പെപ്പർ ഗാർലിക് പ്രോൺസ് ആണ് നെക്സ്റ്റ് സെർവ് ചെയ്തത്. ആ പിങ്ക് കളർ കാണുന്നത് പ്ലേറ്റിലെ ഡിസൈൻ അല്ല കേട്ടോ, അത് മയോണൈസ് ആണ്. ക്രിസ്പി കോൺ ദേവുവിന് എനിക്ക് നല്ല ഇഷ്ടമായി. ഏട്ടനാണ് ഇത് സജസ്റ്റ് ചെയ്തത്. ഓഫീസിൽ നിന്ന് പാർട്ടിക്ക് പോകുമ്പോൾ ഏട്ടൻ ഇത് കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയാണോ ഉണ്ടാക്കുന്നത്, എന്തായാലും റെസിപ്പി കണ്ടുപിടിച്ചിട്ട് വേണം ഒന്ന് ഉണ്ടാക്കി നോക്കാൻ. തായ് സ്റ്റൈൽ ആയതുകൊണ്ടാണോ അറിയില്ല, പ്രോൺസിന് ഒട്ടും എരിവില്ലായിരുന്നു. അത്യാവശ്യം നല്ല വലിയ പ്രോൺസ് എന്തോ മാവിൽ മുക്കി കുക്ക് ചെയ്തതാണ്. അതിന്റെ ടെക്സ്ചർ കണ്ടിട്ടാണോ എന്തോ ദേവ് തൊട്ട് നോക്കിയില്ല. ദേവുവിന്റെ ഫേവറേറ്റ് ആയ ചിക്കൻസ് വന്നപ്പോൾ ദേവ് ചാടി വീണ് കഴിക്കാൻ തുടങ്ങി. ഡ്രംസ് ഓഫ് ഹെവൻസ് എന്ന ഐറ്റമാണ് ഇത്തവണ വന്നത്. കണ്ടാൽ ലോലിപോപ്പ് പോലെ ഉണ്ടെങ്കിലും ഇത് ഐറ്റം വേറെയാണ്. വലിയ സ്പൈസി ഇല്ലാത്ത ഡിഷ് ആയതുകൊണ്ട് ദേവു അവളുടെ കോട്ടയായ 2 പീസ് കഴിച്ചു തീർത്തു. കുറച്ചധികം കഴിച്ചു കഴിഞ്ഞപ്പോൾ കുടിക്കാനായി ജ്യൂസ് ഓർഡർ ചെയ്തു. റെസ്റ്റോറൻറ്റിൽ വലിയ തിരക്കില്ലെങ്കിലും സർവീസ് വൻ സ്ലോ ആയിരുന്നു. വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് കൂടുതൽ ഫാമിലീസ് ആണ് ഈ ഫ്ലോറിൽ ഉണ്ടായിരുന്നത്. ഐലൻഡ് ഡിലൈറ്റ്സ് ആണ് ഫസ്റ്റ് വന്ന ജ്യൂസ്. ഓറഞ്ച് ജ്യൂസ്, ലൈം ജ്യൂസ്, കാസർ ലൈം പിന്നെ കോക്കനട്ട് സിറപ്പും മിക്സ് ചെയ്ത് മോക്ടെയിലാണ് ഇത്. എല്ലാം കൂടെ മിക്സ് ചെയ്തപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ്. ജിഞ്ചർ എയിലാണ് ഏറ്റവും ഓർഡർ ചെയ്തത്. ഒരു ഫ്ലേവേർഡ് സോഡയുടെ ടേസ്റ്റ് ആണ് അത്. ഓറഞ്ച് ജ്യൂസ്, മാംഗോ ജ്യൂസ്, ഷുഗർ സിറപ്പ് പിന്നെ ഗ്രനേഡിന് ആഡ് ചെയ്ത മാംഗോ ടാങ്ക എന്ന മോക്ടെയിലാണ് ലാസ്റ്റ് വന്നത്. ആ റെഡ് കളറിൽ ഉള്ളതാണ് ഗ്രനേഡിൻ സിറപ്പ്. പേര് കേട്ട് പേടിക്കണ്ട, പൊമോഗ്രാനൈറ്റ്സ് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇത്. മെയിൻ കോഴ്സിന് വെയിറ്റ് ചെയ്ത് മടുത്തപ്പോൾ ദേവ് അവിടെ എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. വിൻഡോ സൈഡ് സീറ്റ് ആയതുകൊണ്ട് പുറത്തെ ട്രാഫിക് നന്നായിട്ട് കാണാം. സ്കൂളിൽ നിന്ന് പഠിച്ച ഏതോ പുതിയ ആക്ഷൻ സോങ് ആണ് ദേവ് പെർഫോം ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം ആണ് ഞങ്ങളും ഇത് കാണുന്നത്. ഇറ്റാലിയൻ പാസ്ത ആയ പെന്നെ ആൽഫ്രഡോ ആണ് മെയിൻ കോഴ്സ് ആയിട്ട് ഓർഡർ ചെയ്തത്. ഇതുവരെ സ്റ്റാർട്ടേഴ്സ് ടെസ്റ്റ് ചെയ്തത് ഞാനായിരുന്നെങ്കിലും പാസ്ത ടെസ്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ദേവുവിനായിരുന്നു. ചെറിയ ചൂടുള്ള പാസ്ത വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ദേവ് കഴിച്ചത്. ക്രീമി ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണോ അറിയില്ല, ദേവ് അത്യാവശ്യം നന്നായി പാസ്ത കഴിച്ചിട്ടുണ്ടായിരുന്നു. തായ് ചിക്കൻ ഫ്രൈഡ് റൈസിന്റെ കൂടെ കഴിക്കാനായിട്ട് തന്തൂരി ബാർബിക്യൂ വിങ്സ് ആണ് ഓർഡർ ചെയ്തത്. പക്ഷെ റൈസ് വരുന്നതിന് മുൻപേ ബാർബിക്യൂ ചിക്കൻ വന്നു. ദേവ് പാസ്ത കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള പാസ്ത കഴിച്ചത് ഏട്ടനായിരുന്നു. അതുകൊണ്ട് ചിക്കൻ ഞാൻ മാത്രമാണ് കഴിച്ചത്. ചിക്കൻ വിങ്സിന് ഒരു സ്മോക്കി ഫ്ലേവർ ആയിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി. ഈ സമയത്തൊക്കെ ദേവ് അവളുടേതായിട്ടുള്ള ലോകത്തായിരുന്നു. അവസാന മെയിൻ കോഴ്സ് ആയ ഫ്രൈഡ് റൈസ് വന്നപ്പോൾ ചിക്കനും കൂട്ടി ഒരു പിടി പിടിച്ചു.
അത്യാവശ്യം വെജിറ്റബിൾസും എഗ്ഗും ചിക്കനും ചേർത്ത ഒരു അടിപൊളി ഫ്രൈഡ് റൈസ് ആയിരുന്നു. മെയിൻ കോഴ്സ് എല്ലാം എത്താൻ താമസിച്ചതുകൊണ്ട് ഇത്രയും ഐറ്റംസ് എല്ലാം മടുപ്പില്ലാതെ എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റും. ഡിം ലൈറ്റോട് കൂടിയ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അവിടെ സെറ്റ് ചെയ്തിരുന്നത്. കൂടാതെ ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ് മ്യൂസിക്കും പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ചതിന് ശേഷം കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. ഇതെല്ലാം കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങിയപ്പോഴേക്കും 11 മണി കഴിഞ്ഞിരുന്നു. ബാക്കി വന്ന ഫുഡെല്ലാം പാർസലാക്കിയിട്ടാണ് ഞങ്ങൾ അവിടുന്ന് മടങ്ങിയത്. ഇന്ന് വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു വാലന്റൈൻസ് ഡേ ആയിരുന്നു. വി എൻജോയ്ഡ് എ ലോട്ട്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.